ഗിഫ്റ്റുകളൊക്കെ ഓപ്പൺ അൺബോക്സിംഗ് ഗിഫ്റ്റ്. എനിക്കിത് കണ്ടപ്പോ ഞാൻ കുഞ്ചിയാണോ കുഞ്ചി കുഞ്ചിയല്ല പിഞ്ചി. ബിഹൈൻഡ് ദ സീൻ ഓഫ് ഗിഫ്റ്റ് അൺബോക്സിംഗ്. പൊട്ടിക്കുന്ന ഗിഫ്റ്റുകളെല്ലാം ഫ്രണ്ട്സ് 2 ഞങ്ങൾ തിന്നിട്ടുള്ളൂ, ബാക്കി 24 അതിലിട്ട് 24. തുറക്കാൻ പോണോ? സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞപ്പം ഒരുപാട് പേര് വന്നു. അപ്പം അവരൊക്കെ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അവരെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഗിഫ്റ്റുകളൊക്കെ ഓപ്പൺ അൺബോക്സിംഗ് ഗിഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നേരയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇത് നമുക്ക് ലാസ്റ്റ് ഓപ്പൺ ചെയ്യാം ഗൈസ്. ഇത് സിദ്ധപ്പാപ്പനും ക്രിസ്ത്യാനിയും തന്നാണ്. അവര് പറഞ്ഞത് ലാസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതിയെന്ന്. അപ്പം ഫസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോണത് അമ്മേ പപ്പിയാൻറ്റി തന്നതാണ്. ഓപ്പൺ ചെയ്യട്ടെ. ഇതിൽ എഴുതിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഡിയർ ദേവുക്കുട്ടി എഴുതിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യണേ. ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ ഇതായിക്കോട്ടെ. ഇതിന് നമ്മൾ ആവശ്യപ്പെട്ട കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ടില്ല. പുതിയ ഫോട്ടോ ആണല്ലോ. ആ ശരിയാ, ഇപ്പൊ എടുത്തെടുത്ത് സിജാബാപ്പനെടുത്ത് തന്ന ഫോട്ടോയാണ്. എങ്ങനെ ചില്ലിന്റെ ഇതില് എന്റെ റൂമില് ഞാൻ ചാരി വെക്കും. അടിപൊളി. താങ്ക് യു പപ്പി ആന്റി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മുകിലുമാമ, പപ്പി ആന്റി, വല്യമ്മ, താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ആരാ തന്നത്? ഇത് പാപ്പുവച്ചൻ തന്നല്ലേ അമ്മ? ഇത് പാപ്പുവച്ചൻ തന്നതാണ് ഗൈസ്. അപ്പം ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. മിഠായിയാണ് ഗൈസ് തന്നിരിക്കുന്നത്. ഡേറ്റ്സ് ആണ്, ചോക്ലേറ്റ്സ് ആണ്. ആക്ച്വലി എനിക്ക് എന്തായാലും ചോക്ലേറ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ആയിരുന്നു തിന്നു. താങ്ക് യു പാപ്പുവച്ചൻ. കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റുകളൊക്കെ ആരൊക്കെ എന്തൊക്കെയാ തന്നെന്ന് ഞങ്ങൾക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. അപ്പൊ അൺബോക്സ് ചെയ്തപ്പോ ഇത് ആരാ തന്നെന്ന് ഓർമ്മയില്ല എന്നാണ്. അപ്പൊ ഇത് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രണ്ട്സ് മുത്തുമാമൻ തന്നതാണ്. സുരജ് മാമൻ തന്നതാണ്. ഓപ്പൺ ചെയ്യാതെ തന്നെ കാര്യം മനസ്സിലാവും. ചോക്ലേറ്റ്സ് ആണ്. ഇപ്പോഴേ മണം ചോക്ലേറ്റ്. ചോക്ലേറ്റ് കണ്ടപ്പോ അതെയോ? ക്യാമറമാൻ അയ്യോ വീട്ടിട്ടില്ല. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ നല്ലേ. ബിഹൈൻഡ് ദ സീൻ ഓഫ് ഗിഫ്റ്റ് അൺബോക്സിംഗ്. പൊട്ടിക്കുന്ന ഗിഫ്റ്റുകളെല്ലാം പുറകിലുണ്ട്. ഫ്രണ്ട്സ് 2 ഞങ്ങൾ തിന്നിട്ടുള്ളൂ, ബാക്കി 24 അതിലിട്ട് 24. ഇനി നമുക്ക് നെക്സ്റ്റ് ഗിഫ്റ്റ് ബോക്സ് പൊട്ടിക്കാം. ഇതാരാമ്മ തന്നത്? ഇത് മുത്തുമാമിയാണ്. ഇത് മുത്തുമാമൻ, ഇത് മുത്തുമാമി. ഇത് മുത്തുമാമിയും അഖിലുമാമനും തന്ന ഗിഫ്റ്റ് ആണ് ആണെന്ന് തോന്നുന്നു. അല്ലേ? ആയിരിക്കാം.
അതോ KL7 32 37 ആണോ എന്ന് വെച്ചാൽ 28-30 തുറക്കാണ്. സെറ്റർ. ഇത് അവര് തന്നെ ഇത് ക്രോപ്പ് ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ക്രോപ്പ് ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം. താങ്ക് യു മുത്തുമാമിയ. പോക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇല്ല പോക്കറ്റില്ല. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ഗിഫ്റ്റ് ബോക്സ് പൊട്ടിക്കാം ഗൈസ്. ഉണ്ണിച്ചേട്ടൻ തന്നതാണ്. ഉണ്ണിച്ചേട്ടൻ ലേഖ വല്യമ്മക്ക് തന്നതാണ്. എനിക്ക് ദിയമോക്ക് ഗിഫ്റ്റ് ബോക്സ് എനിക്ക് നല്ല ഇഷ്ടം. അയ്യോ സെറ്റ്. ഇത് ടോപ്പും മാച്ചിങ്. ദേവുവിന്റെ വിവിധയിരം റീലുകൾ അതല്ല ശനി വേറെ. താങ്ക് യു ഉണ്ണിച്ചേട്ട. ലേഖ വല്യം അല്ല ലേഖ വല്യമ്മ ഷാജി അങ്കിൾ മേഹുൽ ചേട്ടൻ. ഇത് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് തന്നതാണ് കെൻസ്. ഇത് നമുക്ക് ഓപ്പൺ. ഇതിൽ 3 എണ്ണം ഉണ്ട് കേട്ടോ ഗൈസ് ഗിഫ്റ്റ്. ഫസ്റ്റ് ചെറുപ്പം ഫസ്റ്റ് ഇതാണ് ഗൈസ് പൊട്ടിക്കുന്നത്. ഒരു ബൊക്കെ പോലെ സാധനം. അതെ ഇങ്ങനെ ഇത് ഇങ്ങനെ തന്നെ വെക്കാം. ഇത് ഇങ്ങനെ തന്നെ ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റും. താങ്ക് യു കെൻസ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പെൻസിൽ തന്നെയാണ്. നമ്മളെ വാളിൽ തൂക്കിയിടാൻ പറ്റിയ ഒരു ഫോട്ടോ. രാത്രി ഇങ്ങനെ ലൈറ്റ് ഇട്ട് നോക്കാണ്. നിയോൺ ലൈറ്റ്. എനിക്ക് അവക്കറിയാം എനിക്ക് ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ബ്ലൂ തന്നെ കൊണ്ടുപോകുന്നത്. ആണ് ബ്ലൂ കവർ തന്നെ വന്നത്. അതെ ബ്ലൂ കവർ തന്നെ. ബ്ലൂ കവർ വലുതാണ്. ഇതെന്താ നമുക്ക് ഇത് ഫോട്ടോയാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അല്ല രണ്ടുപേരെ താങ്ക് യു കെൻസ് ഫോർ യുവർ വണ്ടർഫുൾ ഗിഫ്റ്റ്. ഫ്രണ്ട്സ്, അപ്പം ഇനി നമ്മുടെ അടുത്ത ഗിഫ്റ്റ് റോഷ്മാൻഡി ഞാൻ ചേച്ചി അവർ തന്നതാണ്. അപ്പം ഇത് ഓപ്പൺ ചെയ്തു. ഇതും ഡ്രസ്സാ. ഇത് എന്റെ ഫേവറേറ്റ് കളർ ഏതൊക്കെയാണോ? ബ്ലൂ, ബ്ലാക്ക്, പർപ്പിൾ. ആൻഡ് മൈ ബ്യൂട്ടിഫുൾ കളർ പർപ്പിൾ. അപ്പം ഇതെനിക്ക് ഇഷ്ടമായി. താങ്ക് യു ഞാൻ ചേച്ചി റോഷ്മാൻഡി ദിലേഷ് മാമ അനൻ അപ്പമ്മ. ഇനി ലാസ്റ്റ് നമ്മുടെ സിജോപാപ്പനും ക്രിസ്ത്യാന്റിയും തന്ന ഗിഫ്റ്റ് ആണ് ഗൈസ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്. ചെറിയ ഗിഫ്റ്റ് ഗൈസ്. നമുക്ക് നോക്കാം. പൊളിക്കല്ലേ? നോക്കി എനിക്കിത് കണ്ടപ്പോ ഞാൻ
കുഞ്ചി ബുദ്ധിയല്ല പിഞ്ചി. മാറ്റം കാണുമ്പോ തന്നെ മനസ്സിലാവും. ഇത് ചാർജ് ഇല്ല അല്ലേ? ചെറിയ ചെറിയ ചെപ്പുണ്ടാവും. ഓ മൈ ഗോഡ്, എനിക്ക് പോലും ഫാസ്റ്റ് ട്രാക്കിന് വാച്ചില്ല ഗൈസ്, എനിക്ക് പോലും ഇല്ല. ഞാൻ ഈ ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച് ഞാൻ ഏറ്റെടുത്തോളാം, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് നല്ല ചേരും തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഫ്രണ്ട്സ്, ഇവര് തന്ന വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് നല്ലോണം ചേരുന്നുണ്ട്. വാച്ചില്ലായിരുന്നു. അതെ, വാച്ചില്ലായിരുന്നു. ഞാൻ അമ്മയോട് കുറെ കാലം അതെ സ്മാർട്ട് വാച്ച്, അമ്മേന്റെ സ്മാർട്ട് വാച്ച് ഇട്ടിട്ടാണ് നടക്കല്. ഞാൻ അമ്മേനെ കുറെ ദിവസം മുന്നേ പറയൽ തുടങ്ങിയാണ് എനിക്ക് വാച്ച് വേണം, എനിക്ക് വാച്ച് വേണം. ഞാൻ പറഞ്ഞിരുന്നത് ഡിജിറ്റൽ വാച്ച് വേണമെന്നാണ്. അപ്പം അതിനേക്കാളും ഇഷ്ടം എനിക്ക് ഇതാണ് ഗൈസ്. അപ്പം ഇവരിതാണ് തരുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടപ്പോ അല്ല, ഇത് തുറക്കണതിന് മുന്നേ വിചാരിച്ചു ഗ്ലാസ് ആണോ എന്ന് വിചാരിച്ചു. എന്റെ എന്റെ ചെറിയ ഗ്ലാസ് ആണോ വിചാരിച്ചു. ഫ്രണ്ട്സ്, ഇന്ത്യ മോക്ക് ഞാൻ അത് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, അത് കൊടുക്കാൻ പോവാണ്. കണ്ണടക്കി. ഫ്രണ്ട്സിനെ കൊടുക്കണേ. ചേച്ചിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നാളെ ഫ്രണ്ട്സിനെ കൊടുക്കും. ഞാനാകെ ക്ഷീണത്തിലാണ്. ഒരു വേറെ ഗിഫ്റ്റും കൂടെ ഉണ്ടാവും ഈ ഇന്നലത്തെ വീട്ടിൽ കൈമ കിടക്കും. ഇത് എന്താ അഭിമാമനും മാമിയും തന്നതാണ് ഈ റിങ്. അത് ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ബർത്ത്ഡേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പപ്പ ഇതിങ്ങനെയാണല്ലോ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഇലക്ട്രിക് സ്കൂട്ടി തന്നത് പപ്പ. അതെ, അത് ഓടിച്ചു. ഞാന് അർജുമാമനെ പുറകിലും ചോദിച്ചു, സിജമാപ്പിനെ പുറകിലും ഒറ്റയ്ക്ക് ഓടിച്ചു. അതെ, ഒറ്റയ്ക്ക് ഓടിച്ചു. ബലൂണേ ബലൂണേ ബലൂണേ. വലിയ കുട്ടിയാകുമ്പോ അതുപോലത്തെ സ്കൂട്ടി അത് പുതിയതാണ്. എനിക്ക് ദിയമോക്കും അപ്പൊ നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എനിക്ക് എല്ലാ ഗിഫ്റ്റും ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ എല്ലാ ഗിഫ്റ്റും തന്നവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി ഇപ്പത്തെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പത്തെ എല്ലാവർക്കും ബൈ ബൈ. വീണ്ടും വരും. ഹാപ്പി വെക്കേഷൻ.